വെൽക്കം ടു ഓൾ. നമ്മളിന്നോട് ഡിസ്കസ് ചെയ്യുന്നത് ഗാട്ടാണ്. ഗാട്ട് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ട്രേഡ് എഗ്രിമെന്റ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു എഗ്രിമെന്റ് ആണ് ഗാട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണം. ഗാട്ടിന് മുമ്പ് ഇന്റർനാഷണൽ എഗ്രിമെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള റൂൾസുകളും റെഗുലേഷൻസും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് ആണ് ഈ ഓർഗനൈസേഷനെ പ്രപ്പോസ് ചെയ്തത്. ഇറ്റ് ഈസ് നോൺ ആസ് ഇന്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ. ആക്ച്വലി ഇതൊരു ചാർട്ടർ ആയിരുന്നു. UN കോൺഫറൻസ്, അതായത് ട്രേഡ് ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞ UN കോൺഫറൻസില് ക്രിയേറ്റ് ചെയ്ത ഒരു ചാർട്ടർ ആണ് ഇന്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇത് 1948 മാർച്ചിലാണ് ഇന്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ചാർട്ടർ ഫോം ചെയ്തത്. പക്ഷെ ഇത് ഒരിക്കലും ഇംപ്ലിമെന്റ് ചെയ്യാനോ റാറ്റിഫൈ ചെയ്യാനോ US സെനറ്റ് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് അവരുടെ ഒരുപാട് പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണം ഒരിക്കലും ഇന്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ അങ്ങനെ ഒരു ഫ്രീ ഇന്റർനാഷണൽ ട്രേഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി എഫക്ട് ചെയ്യും, അതുപോലെ ഗവൺമെന്റിന് കിട്ടുന്ന ഇൻകം റെഡ്യൂസ് ചെയ്യും എന്നുള്ള കാരണം കൊണ്ട് തന്നെ US സെനറ്റ് ഇതിനൊരിക്കലും റാറ്റിഫൈ ചെയ്തില്ല. സോ അത് ഒരു സക്സസ് ആയിട്ട് നല്ല അത് ഇംപ്ലിമെന്റേഷൻ തന്നെ വന്നില്ല. ജസ്റ്റ് ഒരു ചാർട്ടർ ഫോം ചെയ്തു എന്ന് മാത്രം. അത് ഒരിക്കലും ഒരു ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലേക്ക് എത്തില്ല. സോ ഇന്റർനാഷണൽ ട്രേഡ് റിലേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ എന്നുള്ള ചാർട്ടർ ആണ്. നമുക്ക് അത് പഠിക്കാനില്ല. നെക്സ്റ്റ് വരുന്നത് US സെനറ്റ് അത് റാറ്റിഫൈ ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങളാണ് ഇതൊക്കെ. അതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. നെക്സ്റ്റ് വരുന്നതാണ് ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. ഇത് മുതലാണ് നിങ്ങൾക്ക് ശരിക്കും സിലബസിൽ ഉള്ളത്. ഈ ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു മൾട്ടിലാറ്ററൽ ഇന്റർനാഷണൽ ട്രേഡ് എഗ്രിമെന്റ് ആണ്. അതായത് ഇന്റർനാഷണൽ ട്രേഡിനെ റെഗുലേറ്റ് ചെയ്യുന്ന മൾട്ടിലാറ്ററൽ എഗ്രിമെന്റ്, അതായത് മോർ ദാൻ 2 കൺട്രീസ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് ആണെന്ത് ഇന്റർനാഷണൽ ട്രേഡ് എഗ്രിമെന്റ് ആണ് ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. ഗാട്ട് എന്ന് പറയുന്നത് എഫക്ട് ഫ്രം ജൂൺ 30, 1948 മുതലാണ് ഇതിന്റെ റൂൾസുകൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. 1948 ജൂൺ 30. ഈ ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് എന്ന് പറയുന്നത് 1995 ജാനുവരി 1 വരെയാണ് എന്തുള്ളൂ അതിന്റെ പ്രാധാന്യം ഉള്ളൂ. പിന്നീട് എന്തായി, ഗാട്ട് WTO അബ്സോർബ് ചെയ്യാണ് ചെയ്തത്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 1995 ജാനുവരി 1 എസ്റ്റാബ്ലിഷ് ആകുന്നത് വരെ ഗാട്ട് ഇന്റർനാഷണൽ ട്രേഡുകളെ റെഗുലേറ്റ് ചെയ്തിട്ട് ഉള്ളോന്നാണ് പറയുന്നത്. ആക്ച്വലി UN കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് എംപ്ലോയ്മെന്റ് അതിന്റെ സമയത്ത് തന്നെയാണ് ഈ സംഭവത്തിന്റെ പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഗാട്ട് എന്ന് പറഞ്ഞതാണ് ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. അത് കമ്മിങ് ടു ഫോഴ്സ് എന്നാണ് 1948 ജൂൺ 13 അതുവരെയാണ്. അതായത് ഇതെന്താണ്, ഒരു മൾട്ടിലാറ്ററൽ ഇന്റർനാഷണൽ ട്രേഡ് എഗ്രിമെന്റ് ആണ്. പിന്നെന്താണ്, ഇത് അത്ര നാൾ വരെയാണ് പ്രാധാന്യം, ജാനുവരി 1, 1995 വരെ. നെക്സ്റ്റ് വരുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് ഗാട്ട് ആണ്. എന്തിനാണ് ഗാട്ട് ഫോം ചെയ്തത് നമുക്കറിയാം. ഗാട്ടിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പാൻഷൻ ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ബൈ ലിബറലൈസേഷൻ ആണ്. അതായത് ഒരു ഓൾ റൗണ്ട് എക്കണോമിക് പ്രോസ്പെരിറ്റി, എല്ലാ കൺട്രീസിനും ഫ്രീ ട്രേഡ് പോസിബിൾ ആക്കിയിട്ട് എല്ലാ കൺട്രികളുടെയും ഇന്റർനാഷണൽ ട്രേഡ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രൂ ദ ലിബറലൈസേഷൻ ആണ് ഗാട്ടിന്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മളൊരു ഗാട്ടിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് എഴുതേണ്ടത് അതാണ്, എക്സ്പാൻഷൻ ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ബൈ ലിബറലൈസേഷൻ ആണ്.
പിന്നെ വരുന്ന ഒരു ഒബ്ജക്റ്റീവ് ആണ് എക്കണോമിക് പ്രോസ്പെറിറ്റി. ബൈ ത്രൂ ഡെവലപ്പിംഗ് ഇന്റർനാഷണൽ ട്രേഡ് എമംഗ് ഡിഫറെന്റ് കൺട്രീസ് വി ക്യാൻ ഇൻക്രീസ് ദയർ employment opportunities and economic growth. Thereby, Gatt can implement an economic prosperity around the world. So, the two main important objectives of Gatt are: first one, expansion of international trade, then the എന്താണ് ഇൻക്രീസ്ഡ് എക്കണോമിക് പ്രോസ്പെറിറ്റി. പിന്നെ വരുന്ന ഒരു ജസ്റ്റ് ഒരു സബ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞ ഫസ്റ്റ് വൺ എന്താണ്? റൈസിംഗ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. നമുക്കറിയാം ഗാട്ട് ഇംപ്ലിമെന്റേഷനിലൂടെ എന്താണ്? ദ താരിഫ് വിൽ ഗെറ്റ് റെഡ്യൂസ്ഡ് ആൻഡ് trade will be expanded. So pupils in different countries get different choice of goods and service, and also it increase the annual income and GDP rate of countries. So it annual income increase ചെയ്ത് കഴിഞ്ഞാൽ we know that it automatically increase the standard of living. So അങ്ങനെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ് തേർഡ് ഒബ്ജക്റ്റീവ് ഓഫ് ഗാട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എൻസ്വയർ full employment and large and steady growing volume of real income. So അതായത് എന്താന്ന് വെച്ചാൽ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ട്രേഡ് എക്സ്പാൻഡ് ആകുമ്പോൾ automatically എന്താണ്? there will be generation of employment because the expansion of international trade will lead to the development of entrepreneurships. So it will lead to the full employment, and also when there incur the expansion of international trade, we will have the demand for goods from other countries also. So there will be a effective demand for products. So we will have a steady growing volume of real income. അപ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് expansion of international trade by liberalization. Second one, rising standard of living. Third one, ensuring full employment. We can break the objectives into two. And fourth one, ensure steady growing volume of real income through ensuring demand. Next വരുന്ന എന്താണ്? Developing full use of resources of the world. നമുക്കറിയാം ഇന്റർനാഷണൽ ട്രേഡ് എക്സ്പാൻഡ് ചെയ്താൽ എന്താണ്? ഒരു കൺട്രിക്ക് their product can be sell in another country all over the world. So if a country have a raw material അല്ലെങ്കിൽ resources of large, they can use it for producing product because they will have enough demand in എക്സ്റ്റേണൽ കൺട്രീസ്. ദാറ്റ് ഈസ് ഇപ്പോൾ ഏതെങ്കിലും ഒരു കൺട്രിക്ക് ഒരു പെർട്ടിക്കുലർ എന്താണ് റോ മെറ്റീരിയലിന്റെ കൂടുതൽ ലഭ്യത ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ എന്താണ്? ഒരു ഇന്റർനാഷണൽ ട്രേഡിന്റെ എക്സിസ്റ്റൻസ് അവിടെ ഇല്ലെങ്കിൽ എന്താണ്? നമ്മുടെ കൺട്രി ഡിമാൻഡ് ചെയ്യുന്ന പ്രൊഡക്റ്റേ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ? പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിനുള്ള റിസോഴ്സുകൾ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തുള്ളൂ. അപ്പൊ ബാക്കി റിസോഴ്സുകൾ എന്ത് ചെയ്യും? അവിടെ തന്നെ കിടക്കും. അതേസമയം if the international trade is possible, the country can make use of its immense raw material because they have more demand from the external countries. So we can make use the resources we have. So the Gatt aims to develop the full use of resources. Next വരുന്നതാണ് expansion of production and international trade. Definitely if we are expanding the international trade, the demand for the product, goods and service will increase. If the demand increase, it definitely lead to the increase in or expansion of production. So it then lead to the expansion of international trade. So these are the objectives of Gatt. First one എന്താണ്? Expansion of international trade by liberalization. Second one, increasing all round economic prosperity. Third one, rising standard of living. Fourth one, increase the full employment. Fifth one, steady growing volume of real income through effective demand. Sixth one, full use of resources of the world. Seventh one, expansion of production and international trade.
നെക്സ്റ്റ് വരുന്നത് എന്താന്ന് വെച്ചാൽ ഗാട്ട് ഇങ്ങനെ ഒരു ഫ്രീ ഫ്ലോ ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് പോസിബിൾ ആകാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതായത് ഇന്റർനാഷണൽ ട്രേഡിനെ ഗവേൺ ചെയ്യുന്ന കുറച്ച് റൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണാണിത്. എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ എന്താന്ന് വെച്ചാൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത താരിഫില് അല്ലെങ്കിൽ എന്തെങ്കിലും കമേഴ്ഷ്യൽ പോളിസി തമ്മിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നുണ്ടെങ്കിൽ, അതായത് ഗാട്ടിലെ മെമ്പർ ആയിട്ടുള്ള കൺട്രിയിലേക്ക് നമ്മൾ ചാർജ് ചെയ്യുന്ന താരിഫിലോ അല്ലെങ്കിൽ അവരോട് സ്വീകരിക്കുന്ന കമേഴ്ഷ്യൽ പോളിസിയിലോ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ എഗ്രീഡ് പാർട്ടി ആൻഡ് ഇറ്റ് ഷുഡ് ബി അണ്ടർടേക്കൺ വിത്ത് ദ കൺസൾട്ടേഷൻ ഓഫ് അതർ പാർട്ടി. അതാണ് ഗാട്ടിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത്. ദാറ്റ് ഈസ് if any proposed change in tariff or any type of commercial policy of member country should not be undertaken without the consultation with other parties to the agreement. അതായത് ആ എഗ്രിമെന്റിലുള്ള മറ്റേ പാർട്ടിയുടെ സമ്മതമില്ലാതെ ഒരു ചേഞ്ചസും ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടില്ല, ഇൻക്ലൂഡിംഗ് ദ ചേഞ്ച് ഇൻ താരിഫ് ആൻഡ് ചേഞ്ച് ഇൻ പോളിസി ടേക്കൺ ടുവേർഡ്സ് ദം. ഈ രണ്ടിലും ചേഞ്ച് എന്തെങ്കിലും വരുത്തണമെങ്കിൽ വി ഷുഡ് കമ്മ്യൂണിക്കേറ്റ് ഇറ്റ് ടു ദ agreed party. We should not undertake any change without consultation with the agreed party. നെക്സ്റ്റ് വരുന്ന ഒരു പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ചാൽ ദ കൺട്രി എന്തെങ്കിലും നമ്മൾ താരിഫ് റിഡക്ഷൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബാരിയേഴ്സ് കുറയ്ക്കുന്നുണ്ടെങ്കിൽ ഇഫ് വി ആർ റെഡി ടു അവോയ്ഡ് ദ എനി ട്രേഡ് ബാരിയേഴ്സ് ഓർ വി ആർ വർക്ക് ടുവേർഡ്സ് ദ റിഡക്ഷൻ ഓഫ് ബാരിയേഴ്സ് ഇറ്റ് ഷുഡ് ബി നെഗോഷിയേറ്റഡ് വിത്തിൻ ദ ഫ്രെയിംവർക്ക് ഓഫ് ഗാട്ട്. ഗാട്ടിന്റെ ആ ഫ്രെയിം വർക്കിന്റെ ഉള്ളിൽ വേണം നമ്മൾ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ. കാരണം എന്താന്ന് വെച്ചാൽ ഇഫ് വി ആർ ഗോയിങ് ടു ഇംപ്ലിമെന്റ് എനി റിഡക്ഷൻ ഇൻ താരിഫ് ആൻഡ് reduction in barriers to international trade, it should benefit to most of the countries if we are if we are negotiated within the framework of GATT. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇന്റർനാഷണൽ ട്രേഡ് ബാരിയേഴ്സ് റെഡ്യൂസ് ചെയ്യാനുള്ള വല്ല തീരുമാനം ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ഗാട്ടിന്റെ ഫ്രെയിംവർക്കിൽ വേണം നടത്താൻ എന്നാണ് പറയുന്നത്. ഇനി എന്താണ് ഈ ഒബ്ജക്റ്റീവ്സ് ഒക്കെ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പൊ നമ്മൾ നേരത്തെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞില്ലേ, അത് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാട്ട് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പ്രിൻസിപ്പിൾസ് റൂൾസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. രണ്ടെണ്ണം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പറഞ്ഞു, പിന്നെ അതിന്റെ സബായിട്ട് ഇതാണ്. ഫസ്റ്റ് വൺ, നോൺ ഡിസ്ക്രിമിനേഷൻ. അതായത് നമ്മൾ ഇന്റർനാഷണൽ ട്രേഡ് കണ്ടക്ട് ചെയ്യുമ്പോൾ we should ensure the non-discrimination between member country. അതായത് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും മെമ്പർ കൺട്രിയുടെ ഉള്ളിൽ തന്നെ ഒരാൾക്ക് കൂടുതൽ ഫേവർ കൊടുക്കുക, ഒരാൾക്ക് കുറച്ച് ഫേവർ കൊടുക്കുക, അങ്ങനെയില്ല. ഇഫ് വി ആർ പ്രൊവൈഡിങ് എ താരിഫ് റിഡക്ഷൻ or if we are ready to move the trade barriers, the all should be applicable to all the members in that agreement. അല്ലെങ്കിൽ എഗ്രിമെന്റിലുള്ള കുറച്ച് കൺട്രീസിന് എന്ത് കൊടുത്തു, കൂടുതൽ താരിഫ് റിഡക്ഷൻ കൊടുത്തു, കുറച്ചു പേർക്ക് എന്ത് കൊടുത്തു, കുറച്ച് താരിഫ് റിഡക്ഷൻ കൊടുത്തു, അങ്ങനെ പാടില്ല. വി ഷുഡ് apply the principle of most favored nation. അതായത് we should ensure the non-discrimination of members of GATT to apply the principle of most favored nation. അതായത് import duty, export duty should be same to the members. അല്ലാതെ ഒരിക്കലും we should not make any discrimination between the member countries. അതുപോലെ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഡംപിങ്, അതുപോലെ എക്സ്പോർട്ട് സബ്സിഡീസ് അതൊക്കെ അഡോപ്റ്റ് ചെയ്യാനും എന്ത് പെർമിറ്റ് ചെയ്യുന്നുണ്ട്, ഗാട്ട് പെർമിറ്റ് ചെയ്യുന്നുണ്ട്. സോ the principle of non-discrimination require that no member country shall discriminate between in the conduct of international trade. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇന്റർനാഷണൽ ട്രേഡ് റൂൾസ് എന്ന് പറയുന്നത് ഷുഡ് ബി അപ്ലിക്കബിൾ ടു
all the member country in the agreement. അവിടെ നമ്മൾ എന്ത് ചെയ്യരുത്, കുറച്ച് പേർക്ക് കുറച്ച് റൂൾസ്, വേറെ കുറച്ച് പേർക്ക് വേറെ റൂൾസ്, കുറച്ച് പേർക്ക് നമ്മൾ കുറച്ച് ഫേവർ ചെയ്യുക, കുറച്ച് പേർക്ക് എന്ത് ചെയ്യുക 50% താരിഫിൽ റിഡക്ഷൻ, കുറച്ച് പേർക്ക് 30% താരിഫിൽ റിഡക്ഷൻ, കുറച്ച് പേർക്ക് ഒട്ടുമില്ല, അങ്ങനെ പാടില്ല. ഇഫ് വി ആർ റെഡി ടു ഗിവ് എനി താരിഫ് റിഡക്ഷൻ or if we are ready to remove any trade barriers, it should be applicable to all member countries. We can discriminate the trade policy of member countries from non-member country, but we do not make any discrimination between the member countries. We should ensure non-discrimination between the member countries. That is, the Gatt is emphasized on adoption of most favored nation principle. Next വരുന്നതാണ് prohibition of quantitative restrictions. Prohibition of quantitative restriction എന്താന്ന് വെച്ചാൽ താരിഫ് അവോയ്ഡ് ചെയ്യാന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഗാട്ടിന്റെ ഒബ്ജക്റ്റീവ്സ്. വി ഷുഡ് ഓൾസോ റിമൂവ് ദ നോൺ താരിഫ് ബാരിയേഴ്സ്. അതിൽ വരുന്നതാണ് ഒരു ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത്. അതായത് ചിലതുണ്ടാവും, എന്താണ്, ഒരു കൺട്രിയിൽ നിന്ന് ഇത്ര ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ ഈ കൺട്രിയിൽ നിന്ന് ഇത്ര റോ മെറ്റീരിയൽ വേറൊരു കൺട്രിക്ക് സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ എന്തുണ്ടാവും, ആ ഒരു ക്വാണ്ടിറ്റിയുടെ മുകളിൽ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടാവും. അതെന്ത് ചെയ്യുക, അത് അവോയ്ഡ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് എന്താന്ന് വെച്ചാൽ, പിന്നെ അതിനൊരു എക്സംഷൻ എന്താന്ന് വെച്ചാൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് വളരെ നെഗറ്റീവായി നിൽക്കുന്നത്, അതായത് ഇമ്പോർട്ട് വളരെ കൂടി നിൽക്കുന്ന കൺട്രിയാണ്, അവർക്ക് മാത്രമാണ് എന്തുള്ളത്, ഒരു എക്സംഷൻ ഉള്ളത്. കാരണം ഇപ്പൊ അങ്ങനെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, മറ്റു കൺട്രീസിൽ നിന്ന് ഒരുപാട് ഇമ്പോർട്ട് വരും. അപ്പൊ എന്താണ്, ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി നശിക്കുകയും അവിടെ ഇമ്പോർട്ട് കൂടി കഴിഞ്ഞാൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് പൊസിഷൻ വീണ്ടും ഡിഫിക്കൽട്ട് ആവും. അപ്പൊ അങ്ങനെയുള്ള ബാലൻസ് ഓഫ് പേയ്മെന്റിൽ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള, അതായത് ഇമ്പോർട്ട്സ് വളരെ കൂടിയ കൺട്രിക്ക് മാത്രമാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് കുറച്ച് റിജിഡ് ആയിട്ട് ഫോളോ ചെയ്യാനുള്ള അനുവാദം ഉള്ളത്. ബാക്കി എല്ലാവരോടും പറയുന്നത് എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ ആസ് ഫോർ ആസ് പോസിബിൾ ഷുഡ് ബി അവോയ്ഡഡ് എന്നാണ്. വി ഷുഡ് മേക്ക് ആൻ ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ കൺട്രീസ്. പിന്നെ എന്താണെന്ത്, കൺസൾട്ടേഷൻ ആണ്. അതായത് എന്തെങ്കിലും ഡിസഗ്രിമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഗാഡ് വിൽ പ്രൊവൈഡ് കൺസൾട്ടേഷൻസ് ടു റിസോൾവ് ദ ഡിസഗ്രിമെന്റ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ we can through this policies Gatt make sure to have an increased international trade and all round economic prosperity and making the steady growth volume of real income. നെക്സ്റ്റ് വരുന്നതാണ് ഗാട്ട് റൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോ എപ്പോഴും ഗാട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഫുൾ സക്സസ് ഒന്നും ആയിരുന്നില്ല. ഡ്യൂ ടു ദ ഹൈ പ്രാഗ്മാറ്റിക് ലീഡർഷിപ്പ് ഇറ്റ് ഷുഡ് ഹാവ് സം ഇംപെർഫെക്ഷൻ. സോ ഒരുപാട് സീരീസ് ഓഫ് റൗണ്ട്സ് ആർ കണ്ടക്റ്റഡ് ടു അവോയ്ഡ് the imperfections and to series of rounds of laborious process of item by item താരിഫ് നെഗോസിയേഷൻ. അങ്ങനെ ഗാട്ടിൽ നടന്ന പ്രധാനപ്പെട്ട കുറച്ച് റൗണ്ട്സ് ആണ്. ഫസ്റ്റ് ജനീവ റൗണ്ട് ആണ് നടന്നത് ഏപ്രിൽ 1947. പിന്നെ ആൻസി റൗണ്ട്, പിന്നെ തുർക്കെ റൗണ്ട്, പിന്നെ ജനീവയിൽ വീണ്ടും മെഗായ് നടന്നു, പിന്നെ ഡില്ലിയൻ, കെന്നഡി, ടോക്കിയോ, ഉറുഗായ്. ഇങ്ങനെ 8 റൗണ്ട്സ് ആണ് നമ്മുടെ ഗാട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഇനി ഉറുഗായ് റൗണ്ടിലാണ് എന്ത് ചെയ്തത്, ഒരു സെപ്റ്റംബർ 1986 ഈ ഇന്റർനാഷണൽ ട്രേഡ് വേറൊരു അഗ്രികൾച്ചർ, ടെക്സ്റ്റൈൽ, ക്ലോത്തിങ് അല്ലെങ്കിൽ സർവീസ് ഇൻഡസ്ട്രിയിലേക്ക് ഒരു എക്സ്റ്റൻഷൻ വന്നു. അതുപോലെ പ്രൊട്ടക്ഷൻ ഓഫ് ഇതൊക്കെ ശരിക്കും 1986 എന്നൊക്കെ പറയുന്നത് WTO റിലേറ്റഡ് റൗണ്ടുകളാണ്. ഒരു 1955 തൊട്ടിട്ട് ശരിക്കും WTO റിലേറ്റഡ് റൗണ്ടുകളാണ്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാന റൗണ്ട്. ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും WTOക്കുള്ള ഒരു ഫൗണ്ടേഷൻ ആയിരുന്നു എന്ത്, ഗാട്ട് എന്ന്
പറയുന്നത്. എന്ന് വെച്ചാ 1994 ഘാട്ടിനെ മാറ്റിയിട്ട് നമ്മളൊരു WTO സെറ്റപ്പ് ചെയ്തത്. അതായത് ഘാട്ട് എന്ന് പറയുന്നത് എന്താണ്, WTOയുടെ ഒരു കോമ്പോണന്റ് മാത്രമായിട്ട് മാറി 1994 തൊട്ടിട്ട്. WTO നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഘാട്ട് എന്ന് പറഞ്ഞ എന്താണ്, ഒരു ജസ്റ്റ് ഒരു എഗ്രിമെന്റ് മാത്രമാണ് എന്ത്, ഘാട്ട് എന്ന് പറയുന്നത്. അതൊരു ഓർഗനൈസേഷൻ ഒന്നല്ല, ജസ്റ്റ് ഒരു എഗ്രിമെന്റ് ദാറ്റ് പെർമിറ്റ് ദ ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ബിറ്റ്വീൻ കൺട്രീസ്. അപ്പോ ഘാട്ട് ഒരുപാട് താരിഫുകൾ കുറച്ചു ഇന്റർനാഷണൽ ട്രേഡ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരുപാട് എഫേർട്ടുകൾ എടുത്തു ഇന്റർനാഷണൽ ട്രേഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ചെറിയ കൺട്രീസിന് ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്കൊരു കൺസ്യൂമർ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു കോമൺ ലാംഗ്വേജ് അഡോപ്റ്റ് ചെയ്തിട്ട് ട്രേഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് മെഷേഴ്സ് ഘാട്ട് എടുത്തു ഇൻ ഓർഡർ ടു പ്രൊമോട്ട് ദ ഇന്റർനാഷണൽ ട്രേഡ്. ബട്ട് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, അങ്ങനെ ലോ താരിഫ് കാരണം ഒരുപാട് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് എന്തായി, നാശമായിട്ട് പോയി. അതുപോലെ അങ്ങനെയുള്ള ഡൊമസ്റ്റിക് അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്തു. നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയ കൺട്രീസ് ഒരുപാട് ലാഭം ഉണ്ടാക്കി. പക്ഷെ ഡെവലപ്പിംഗ് കൺട്രീസ്, അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനൊക്കെ ലോസുകൾ ഫേസ് ചെയ്യേണ്ടി വന്നു. കാരണം എന്താന്ന് വെച്ചാൽ, അങ്ങനെ താരിഫ് കുറച്ചപ്പോ എന്താണ്, ഡെവലപ്ഡ് കൺട്രീസ് ഒക്കെ വിൽ ബി ഏബിൾ ടു സപ്ലൈ ദയർ ഗുഡ്സ് ആൻഡ് സർവീസ് ടു അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് അറ്റ് ലോവർ കോസ്റ്റ്. അപ്പൊ അതെന്തിലേക്ക് ലീഡ് ചെയ്തു, അങ്ങനെ ലോവർ കോസ്റ്റിലേക്ക്. അപ്പൊ എന്താണ്, അപ്പൊ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഡ്യൂ ടു ദയർ ഹൈ കോസ്റ്റ് ബിക്കം ഡിമാൻഡ്ലെസ്. ഒരുപാട് കൺട്രീസിന്റെ ഡൊമസ്റ്റിക് ബിസിനസ് ഡിസ്ട്രോ ആയി പോയിട്ടുണ്ട്. അപ്പൊ പിന്നെ അതുപോലെ തന്നെ ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റിനുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം എവിടെ ഉണ്ടായിരുന്നില്ല, ഘാട്ടിനകത്ത് ഉണ്ടായിരുന്നില്ല. ഇതൊക്കെയാണ് 1994 WTO എന്നൊരു വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഫോം ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ 1995 ജാനുവരിയില് WTO എക്സിസ്റ്റ് ചെയ്തു. WTO വന്നോട് കൂടിയിട്ട് ഘാട്ട് ബിക്കം എ പാർട്ട് ഓഫ് ദി ഇന്റർനാഷണൽ ട്രേഡ് എഗ്രിമെന്റ്സ്, അല്ലെങ്കിൽ WTOയുടെ ഒരു ഭാഗമായി. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഘാട്ട് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.